അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, ഇന്ന് ജൂൺ 26, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനം. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാനും ഇതിൻ്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. 1926 പിറവി കൊണ്ട ഈ ഒരു പ്രസ്ഥാനം ഇന്ന് 100 വർഷം തികഞ്ഞു. അതിൻ്റെ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ കാരണമായത് നമുക്കറിയാലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് യഥാർത്ഥമായ ദീന് സ്വഹാബത്തെ കിറാമിന് പഠിപ്പിച്ചു കൊടുത്തു. ആ യഥാർത്ഥമായ ദീന് ഒരു മാറ്റവുമില്ലാതെ സ്വഹാബത്ത് സ്വീകരിക്കുകയും അത് തലമുറകളിലേക്കത് മാറ്റം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്തു. ഒരുപാട് താബീങ്ങൾ, സ്വാലിഹ്യങ്ങൾ, ഔലിയാക്കന്മാർ അവരിലേക്ക് ആ ഒരു ദീന് കൈമാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നല്ലൊരു രീതിയിൽ നമ്മളെ രാജ്യത്തും നമ്മളെ കൊച്ചു കേരളത്തിലൊക്കെ ആ ഒരു വെളിച്ചം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നമ്മളെ കൊച്ചു കേരളത്തിലേക്ക് ആ പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചം എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടയാളമാണ് കണ്ണൂരിലെ മാടായി പള്ളിയിലെ ശിലാഫലകത്തിൻ്റെ മേൽ എഴുതി വെച്ചിട്ടുണ്ട് സനത്ത് 50 ഹിജ്റ 5 എന്ന്. അപ്പോൾ ആ കാലത്ത് തന്നെ നമ്മളെ കൊച്ചു കേരളത്തിൽ പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചം എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നമ്മളെ കൊച്ചു കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ സുന്ദരമായ രീതിയിൽ യഥാർത്ഥമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന് വരെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ബിദ്അത്തിൻ്റെ കക്ഷികൾ, ബിദ്അത്തിൻ്റെ അഹ്ലുകാർ ഉടലെടുക്കുന്ന സമയം. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരുപാട് ആശയാദർശങ്ങൾക്കെതിരെ വികലമായ ഒരുപാട് ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും മുസ്ലിം സമൂഹത്തിനെ തെറ്റായ ദിശയിൽ ചലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നൊരു സമയത്ത് നമ്മുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ വരികയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങളെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ വന്നപ്പോൾ ഒരുപാട് നമ്മളെ അമാലുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ ഇതൊക്കെ ഒരു പഴഞ്ചനാണ്, ഇതൊന്നുമല്ല യഥാർത്ഥമായ ദീന്, ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഇത് യഥാർത്ഥമായ ശരിയായ ദീനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അതിലൊരുപാട് സംഗതികളുണ്ട്. നമ്മൾ വെള്ളിയാഴ്ചയിൽ ഖുതുബയാണെങ്കിൽ അങ്ങനെ അതെന്തിനാ അറബിയിൽ ഓതുന്നത്, അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് തിരിയുന്ന ഭാഷയിൽ ഓതണ്ടേ, അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള കൂട്ടായ പ്രാർത്ഥന, അതുപോലെ തന്നെ ഒരുപാട് നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അതിനെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ന്യൂ ജനറേഷൻ ആഗ്രഹിക്കുന്ന ഒരു പൊതു ഇസ്ലാം എന്നൊക്കെ പറയാലോ എന്ന രീതിയിൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ വേണ്ടി പരിശുദ്ധമായ ദീനിനെ ശ്രമിച്ചപ്പോൾ അവർക്കെതിരെ ഇനി മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ബിദ്അത്തിൻ്റെ അഹ്ലുകാർക്കെതിരെ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആശയാദർശങ്ങൾ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബിദ്അത്തിൻ്റെ അഹ്ലുകാരെ അതിനെതിരെ ഉണ്ടാക്കിയൊരു പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ന് നമ്മളെ ഈ നാടുകളിലൊക്കെ ആസ്വദിക്കുന്ന ഈ പരിശുദ്ധമായ ദീന് അന്നെങ്ങാനും അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അധിക ആളുകളും ബിദ്അത്തിൻ്റെ അഹ്ലുകാരായി മാറുമായിരുന്നു. അങ്ങനെ നമ്മളെ ദിശാബോധമുള്ള നമ്മളെ പണ്ഡിതന്മാർ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ശൈഖുന ശംസുൽ ഉലമ തങ്ങൾ, അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ, സയ്യിദന്മാരൊക്കെ ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയ മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നമുക്ക് അടിയുറച്ച് നിൽക്കാൻ കഴിയുക എന്നുള്ളത് എല്ലാവരെയും അല്ലാഹു തആല ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കൂല. അതിനൊരു പ്രത്യേക തൗഫീക്ക് തന്നെ വേണം. അതുപോലെ ഇതിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയുള്ളൂ. ഒരുപാട് സ്വാലിഹ്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിലൂടെ ഈ വിഷയം നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ്. യഥാർത്ഥമായ ദീനെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അസ്ഹാബും ഏതൊരു പാതയിലാണോ അടിയുറച്ചുന്നത് ആ ഒരു പാത മുറുകെ പിടിക്കുന്നവരാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. മാത്രവുമല്ല, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്നിട്ട് വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരെ കൂടെ കൂടണേന്ന, നല്ല ആളുകളെ കൂടെയാവണം നമ്മുടെ ജീവിതം, എങ്കിൽ അവന് വിജയം ഉണ്ടാവും. ഏതായാലും ഈ ഒരു പ്രസ്ഥാനം അന്നു മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരുപാട് നന്മകൾ നമുക്കറിയാം. നമ്മുടെ നാടുകളിലേക്കുള്ള ഒരുപാട് 11,124 വരുന്ന മദ്രസകൾ, ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ, 10,000കണക്കിന് വരുന്ന ഉസ്താദുമാർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, രാവിലെ തന്നെ സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ പരിശുദ്ധമായ ദീന് പഠിക്കാൻ വേണ്ടി നമ്മളെ മക്കളൊക്കെ മദ്രസയിലേക്കൊക്കെ പോകുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കി. എത്ര നാടുകളുണ്ട്, എത്ര രാജ്യങ്ങളുണ്ട്, എത്ര സംസ്ഥാനങ്ങളുണ്ട്. ഈ ശരിക്കും ഒരു ഫാത്തിഹ പോലും ഓതാൻ കഴിയാത്ത എത്ര ആളുകളുണ്ടെന്നറിയോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ നമ്മളെ മക്കൾ പരിശുദ്ധമായ ദീന് പഠിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണത്. ആലോചിച്ച് ചില നാടുകളിലൊക്കെ പോയാൽ പേര് ചോദിക്കുമ്പോൾ വലിയ പേരാക്കാരും. ഒരു ഫാത്തിഹ ഓതാൻ പറഞ്ഞു നോക്കി, അവർക്ക് ഫാത്തിഹ അറിയില്ല, പേര് മുസ്ലിമാക്കാരും, പക്ഷെ ഫാത്തിഹ പോലും ഓതാൻ കഴിയാത്ത ആളുകൾ. അതുകൊണ്ടാണ് നമ്മളെ കൊച്ചു കേരളത്തിലേക്ക് പല ആളുകളും വന്നുകൊണ്ട് നമ്മളെ ഈ ഒരു ഇസ്ലാമിൻ്റെ പൈതൃകം കാണുമ്പോൾ അവരൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, എത്ര ഹൈറുള്ളൊരു നാട് അല്ലേ. കാരണം ദീനീയ സംവിധാനങ്ങൾ, മദ്രസാ പ്രസ്ഥാനങ്ങൾ, കോളേജുകൾ ഒക്കെ, ദർസി സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ്. അൽഹംദുലില്ലാഹ്. ഏതായാലും അല്ലാഹുവിൻ്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല, ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല 26ഓളം വരുന്ന വിദേശ രാജ്യങ്ങളിലും നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അഭിമാനകരമാണിതൊക്കെ. ആലോചിച്ച് നോക്കി, ഒരു കാലത്ത് ബിദ്അത്ത് ഇവിടെ ഉടലെടുത്തപ്പോൾ അതിന് ആദ്യമായിക്കൊണ്ട് അതിനെതിരെ സംസാരിച്ച ഒരുപാട് ആളുകൾ, ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ സാലിയാത്തി, അതുപോലെ തന്നെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയവരായിരുന്നു ആദ്യം ആ ഒരു ബിദ്അത്തിനെതിരെ സംസാരിച്ചവർ. പിന്നീട് അതിന് ശേഷം തുടർച്ചയായി 3 പതിറ്റാണ്ട് ശൈഖുന ശംസുൽ ഉലമ തങ്ങൾ, കോട്ടുമല ഉസ്താദ്, അതുപോലെ തന്നെ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കെ ഹസൻ മുസ്ലിയാർ, കൂറ്റനാട് കെ ഉസ്താദ്, അങ്ങനെ ഒരുപാട് ആളുകൾ. അതിനുശേഷം 2.5 പതിറ്റാണ്ടോളം മഹാനായി മർഹൂം നാട്ടിക ഉസ്താദ്, അങ്ങനെ ഒരുപാട് ആളുകൾ, കല്ലൂർ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് സ്വാലിഹീങ്ങളാണ് ഈ ഒരു ബിദ്അത്തിനെതിരെ ശക്തമായി കൊണ്ട് പോരാടി നമ്മുടെ ദീനി കാത്തു സൂക്ഷിച്ചത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം. ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, എന്താ ഇതിന് പിന്നാലെ നിന്നാൽ കിട്ടാനൊന്നുമില്ല, ദുന്യാവിലൊന്നും കിട്ടുമെന്ന് വിചാരിച്ച് ആരും ഇതിൻ്റെ പിന്നാലെ കൂടണ്ട. ആഖിറം ലക്ഷ്യമുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പിന്നാലെ കൂടണം. കാരണം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ ഒരു പ്രസ്ഥാനമുണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൊടി പിടിച്ചുകൊണ്ട്, സമസ്തയുടെ കൊടി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ദ്വാരന്നിട്ടുണ്ട്, അല്ലാഹുവേ ഈ ഒരു കൊടി മഹാനായ മഹദി തങ്ങളെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഈ ഒരു കൊടിയാണ്. ഇത് പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. ഇതിൻ്റെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ 14ഓളം വരുന്ന കീഘടകങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്കറിയാലോ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി യുവജന സംഘം, സുന്നി മഹല്ല് ഫെഡറേഷൻ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സമസ്ത കേരള ജമിയത്തുൽ മുദർരിസീൻ, സമസ്ത കേരള ജമിയത്തുൽ ഖുതുബ, സമസ്ത കേരള ജമിയത്തുൽ മുഫത്തിഷീൻ, സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, സമസ്ത ലീഗൽ സെല്ല്, സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ, സമസ്ത ഇസ്ലാമിക് സെൻറ്റർ, അങ്ങനെ സമസ്ത പ്രവാസി സെല്ല്, സമസ്ത കേരള സുന്നി ബാലവേദി അടക്കമുള്ള അങ്ങനെ ഒരുപാട് കീഴ്ഘടകങ്ങൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ വയസ്സുള്ള ആളുകൾക്ക്, ഓരോ ഏജുള്ള ആളുകൾക്ക് ഓരോ പ്രവർത്തന മേഖലകളാണ്. ഇനി ആ ഒരു കീഴ്ഘടകത്തിൻ്റെ കീഴിൽ തന്നെ പിന്നെയും ഒരുപാട്
വ്യത്യസ്തമായ കാര്യങ്ങൾ വേറെയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു മനുഷ്യൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ജനിച്ചുകൊണ്ട് അങ്ങനെ തന്നെ മരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വളരെ ക്രിയാത്മകമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മക്കളെ, നമ്മളെ കുടുംബത്തിനെ ഈ ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിർത്താൻ നമുക്ക് കഴിയണം. അതിന് ചെറുപ്പത്തിലേ ബോധം കൊടുക്കണം. ചെറുപ്പത്തിലെ നമ്മളെ മക്കൾക്ക് നല്ല നവബോധം കൊടുക്കണം. ഇപ്പോഴത്തെ കാലമെന്ന് പറഞ്ഞാൽ വിദേഹത്ത് വല്ലാതെ പ്രചരിക്കുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ മക്കൾക്ക് വല്ലാതെ ഇടപെടുന്നവരാണ്. അതിലൂടെ വിദേഹത്തിൻ്റെ വിഷം പല രീതിയിലും കുത്തിവെക്കാൻ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആലോചിക്കുക, ഇന്ന് പല കുടുംബവും സുന്നിയായ കുടുംബമായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് വിദേഹത്തിൻ്റെ ഇതിൽപ്പെട്ടാൽ പിന്നെ തിരിച്ചു വരില്ല. അതങ്ങനെ, അതൊരു വിഷമാണ്. ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, സുന്നികളെ അധികം മുജാഹിദ ഉണ്ടല്ലോ, മുജാഹിദ് എന്താണ് സുന്നിയാവാത്തത്? ആവൂല. കാരണം ആ ഒരു വിഷം കയറിയാൽ പിന്നെ തിരിച്ചു വരാൻ വലിയ പ്രയാസമാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നമ്മളൊക്കെ അടിയുറച്ച് നിൽക്കണം. അതിലൊരു മാറ്റം, ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പലരും നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം, പലരും നമ്മളെ പലതും നമുക്ക് പ്രയാസങ്ങൾ വന്നേക്കാം. എന്നാലും സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അടിയുറച്ച് നമ്മൾ നിൽക്കണം. ഇത് ഹക്കായ പാതയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, 72ഓളം വരുന്ന വിഭാഗമായി എൻ്റെ സമുദായം പിരിയുമെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു വിഭാഗമാണ് ഹക്കിൻ്റെ പാത എന്ന് പറഞ്ഞല്ലോ. ആ ഒരു പാതയാണ് ഈ ഒരു അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. ഈ ഒരു സമസ്തയുള്ള ജമിയത്തുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം. അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നമ്മളെ കുടുംബത്തിനെ, മക്കളെ, എല്ലാവരെയും ഒരുമിച്ച് കൂടി നിർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആലിമ്യങ്ങൾ, സാദാത്യങ്ങളൊക്കെ വഫാത്തായി പോയ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അവരെ ജീവിതം മുഴുവൻ സമർപ്പിച്ചവർ. അവരൊക്കെ ഇന്ന് ആരുടെ മണ്ണിലാണ്. അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അവരൊക്കെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അവരെ നമ്മൾക്ക് അള്ളാഹു നാളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ മരിക്കുവോളം അടിയുറച്ച് നിൽക്കാനുള്ള ഒരു സൗഭാഗ്യം, ഒരു തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.